ഇന്നത്തെ ലഞ്ചിന് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തോരനാണ് നമ്മൾ തയ്യാറാക്കാൻ പോണേട്ടാ. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായി ചൂടാവുമ്പോൾ കടുകിട്ട് പൊട്ടി കഴിയുമ്പോൾ നമ്മുടെ സവോളയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ ഫ്രൈ പാനാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് പകരം ചട്ടി യൂസ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. ഫ്രൈ പാനാകുമ്പോൾ കുറച്ച് എണ്ണ മതിയല്ലോ, അതാണ്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് നമ്മുടെ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പുറത്തുനിന്നാണ് പീച്ചിങ്ങ വാങ്ങിയത്. അപ്പോൾ അതിലെ വല്ല വിഷാംശം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കണേ കേട്ടോ. വളരെ കുറച്ച് മതി, ആവശ്യമുണ്ടെങ്കിൽ മതി, ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പീച്ചിങ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇടുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ, കാരണം ഇതൊന്ന് വെന്ത് വരുമ്പോൾ ഇതിൻ്റെ പകുതിയാവും ഇത് ശരിക്കും പറഞ്ഞാൽ. ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വെന്തുടയാത്ത പയർ, മണിമണി പോലെ കിടക്കുന്ന പരിപ്പ്, പയറല്ല കേട്ടോ, പരിപ്പ് അതിൽ ചേർക്കുക. ഞാൻ പിന്നെ കുറച്ച് പരിപ്പേ ചേർത്തുള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് മിക്സാക്കിയ പീച്ചിങ്ങ മെഴുക്ക് പെരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ തേങ്ങയൊക്കെ ചേർക്കുന്നതിനനുസരിച്ചിരിക്കും കേട്ടോ രുചിയൊക്കെ. കുറച്ച് ചേർത്താൽ കുറച്ച് രുചി, എന്നാലും പീച്ചിങ്ങും മെഴുക്ക് പറ്റിയും നന്നായിട്ടുണ്ട്. നമ്മുടെ പരിപ്പും തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ളത് നന്നായിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടാണ്. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സാക്കി നമ്മൾ പീച്ചിങ് ഇട്ടിട്ടേ ഒന്ന് മൂടി വെച്ചതിന് ശേഷം പിന്നെ തുറന്ന് വെക്കാൻ നല്ലത്. കാരണം അതിൽ വെള്ളാംശം ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഒരുപാട് വെള്ളം ഉണ്ടാവും പീച്ചിങ്ങയിൽ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്ന് അങ്ങോട്ട് വറ്റിച്ചെടുക്കുക, അല്ലെങ്കിൽ കുഴഞ്ഞു പോവും. അങ്ങനെ പീച്ചിങ്ങ മെഴുക്ക് പറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉള്ളത് കൂർക്കുപ്പേരി ആയിരുന്നു കേട്ടോ. പാൻ ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. റൈസ് ബ്രാൻ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്, അതാണ് ആ കളറ്. കൂർക്കയല്ല, സോറി. ആദ്യം നമ്മുടെ സാമ്പാർ വേവിക്കാം. അപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് ഒന്ന് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടി കഴിയുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി വേണ്ട, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് കായപ്പൊടി എന്നിവയും കൂടി ഇട്ടിട്ട് അത് തട്ടി കൊടുക്കുക ചെയ്യണേ. നമ്മൾ മുമ്പ് കുറച്ച് സാമ്പാർ പൊടിയും കുറച്ച് ഉപ്പും വെജിറ്റബിൾസും അതുപോലെ നമ്മുടെ പരിപ്പും കൂടി വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്കാണ് നമ്മൾ ഈ കടുക് വറുത്തിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ സാമ്പാറും റെഡിയായി. അതായത് സാമ്പാർ പൊടി ഇട്ടിട്ട് കഷ്ണങ്ങളും പരിപ്പും ഉപ്പും ഒക്കെ വേവിക്കും. അതിന് ശേഷം കുറച്ച് പുളി ഒഴിച്ച് ലാസ്റ്റ് കടുക് വറുക്കുമ്പോൾ കുറച്ച് മുളക് പൊടിയും കുറച്ച് നമ്മുടെ മല്ലിപ്പൊടിയും കുറച്ച് നമ്മുടെ കായപ്പൊടി ഇട്ടിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്താൽ നമ്മുടെ സാമ്പാർ റെഡി, ഇൻസ്റ്റൻറ്റ് സാമ്പാർ റെഡി. പിന്നെ കൂർക്ക എളുപ്പമാണല്ലോ ചെയ്യാനായിട്ട്. ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, പിന്നെ അതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ചതച്ച് വെച്ച മുളക് ഇടുക, മിക്സ് ചെയ്യുക. അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചാൽ നമ്മുടെ കൂർക്ക ഇതിലേക്ക് ചേർത്ത് അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂർക്ക ഉപ്പേരി റെഡി ആയിട്ടാണ്. കണ്ട, അങ്ങനെ നമ്മുടെ കൂർക്കുപ്പേരിയും റെഡിയായി. വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇതിൽ നമ്മൾ തേങ്ങ ചേർക്കുന്നില്ല. അല്ലാതെ തന്നെ കൂർക്ക ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ബട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ കൂർക്ക. എന്താണെന്നറിയില്ല, എനിക്കിഷ്ടമല്ല. പക്ഷേ ബീഫും ലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് കഴിക്കും. അല്ലാതെ കൂർക്കുപ്പേരി കഴിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക്. എന്താണെന്നറിയില്ല, കൂർക്ക എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. കൂർക്ക ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല എന്നറിയാം, പക്ഷേ എനിക്കിഷ്ടമല്ല. അങ്ങനെ ഞാൻ നന്നായിട്ട് വെള്ളം വറ്റിച്ച് അങ്ങനെ കൂർക്കുപ്പേരി തയ്യാറായിട്ടാ. കൂർക്ക നന്നാക്കി എടുക്കേണ്ട പാടാണ് ശരിക്കും പറഞ്ഞാൽ. ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുന്നുണ്ട്. ആ വെള്ളം കുറച്ചുണ്ട് ഒന്ന് വേവിച്ചപ്പോൾ, അതങ്ങോട്ട് വറ്റി വരണ വരെ നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. കൂർക്കുപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഉച്ചയ്ക്ക് ഊണ് കഴിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഊണിന് നല്ല സാമ്പാറുണ്ട്, കുറച്ച് കൂർക്കുപ്പേരി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, പിന്നെ പീച്ചിങ്ങ തോരനുണ്ട്, പപ്പടമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഊണ് കുശാലായിരുന്നു. വെള്ളിയാഴ്ച ആയ കാരണം സാമ്പാറും ഉണ്ട്.